സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ ഇലവീഴ പൂഞ്ചിറ തുടരുന്നു. ഭാഗം 3. ഇലവീഴ പൂഞ്ചിറ ചെറിയൊരു സമതലം പോലെ പരന്നു കിടന്നു. സാമാന്യം വലിയൊരു പുൽമൈതാനം, ചുറ്റും മേടുകൾ. മൈതാനത്ത് വട്ടം കൂടിയിരിക്കുകയാണ് എല്ലാവരും. ജിമ്മിച്ചൻ ഇടയ്ക്കിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇലവീഴ പൂഞ്ചിറ എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതി മരങ്ങളുടെ നിഴൽ പോലും വീഴാത്ത ഒരിടത്ത് തുറസായ ആകാശത്തിന് കീഴെ ഒരു നീല ജലാശയം ഉണ്ടായിരിക്കുമെന്ന് ജയൻ പറഞ്ഞു. പണ്ടുണ്ടായിരുന്നു, പൂവരണിക്കാരൻ സ്കറിയ പറഞ്ഞു. എന്നിട്ട് എവിടെ? ചിറ പോയിട്ട് ചെറിയൊരു ഉറവക്കുഴി പോലും കാണാനില്ലല്ലോ, ജയൻ ചോദിച്ചു. പണ്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പാ? പാണ്ഡവന്മാരുടെ പ്രവാസകാലത്ത്. അന്ന് അവർ ഈ മലമുകളിലും വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അന്ന് ദ്രൗപദിക്ക് നീരാടാൻ ദേവന്മാർ ഇവിടെ ഒരു ചിറ കെട്ടിക്കൊടുത്തു. പൂക്കൾ കൊണ്ടാണ് ചിറയുണ്ടാക്കിയത്. ഇലകൾ വന്ന് വീണ് ജലം അശുദ്ധമാകാതിരിക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു. അങ്ങനെയാണ് ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വീണത്. ദാ അത് കണ്ടോ, കിരീടക്കല്ല്. കിരീടക്കല്ലോ? ജിമ്മിച്ചന് വിസ്മയം. അങ്ങനെയാണ് അതിന് പേര്. പാഞ്ചാലിയുടെ കുളിസീൻ ആരും കാണാതിരിക്കാൻ ഭീമൻ തൻ്റെ കിരീടമഴിച്ച് മറയായി വെച്ചതാണത്രേ. കാലാന്തരത്തിൽ അത് കല്ലായി തീർന്നു. ചിറ എവിടെയായിരുന്നു? ഷൈനി ചോദിച്ചു. അന്നത്തെ ജലാശയത്തിന് മീതെയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. കാലക്രമേണ മണ്ണൊലിച്ച് വീണ് ചിറ തകർന്നുപോയി എന്നാണ് വിശ്വാസം. എന്തു മനോഹരമായ സങ്കല്പങ്ങൾ! പഴയ മനുഷ്യരെ സമ്മതിക്കണം, ജിമ്മിച്ചൻ പറഞ്ഞു. തുറസായ സ്ഥലമായതിനാൽ കാറ്റ് നല്ല ശക്തിയോടെ വീശുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ മുടിയും സാരിത്തലപ്പുകളും കാറ്റത്ത് പാറിപ്പറന്നു. ഷൈനി കാറ്റിൽ കൈവിട്ടുപോയ തൻ്റെ ഷാൾ പിടിക്കാൻ വേണ്ടി മലമുകളിലേക്ക് ഓടി. പിറകെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലിൻസിയും ഓടിച്ചെന്നു. അവർക്ക് രണ്ടുപേർക്കും ചുരിദാറായിരുന്നു വേഷം. ഷീബ മഞ്ഞ നിറത്തിലുള്ള പാവാടയും ബ്ലൗസുമാണ് ധരിച്ചിരുന്നത്. അവൾ മുടി പിന്നോട്ട് പിന്നിയിട്ടിരുന്നു. ആ വേഷം അവൾക്ക് നന്നായി ഇണങ്ങുന്നുവെന്ന് ജിമ്മിച്ചിന് തോന്നി. അവൾ ഷൈനിയോടും ലിൻസിയോടുമൊപ്പം പുൽമേടുകളിലൂടെ ചുറ്റിത്തിരിഞ്ഞു. ഷീബയ്ക്ക് ഇതെല്ലാം പുത്തൻ അനുഭവങ്ങളായിരുന്നു. മനസ്സിന് ഇതുപോലൊരു ലാഘവത്വം മുമ്പുണ്ടായിട്ടില്ല. ഇത്രയ്ക്കൊരു സ്വാതന്ത്ര്യബോധം തോന്നിയിട്ടുമില്ല. വളരെ കാലത്തിന് ശേഷം കൂട്ടിൽ നിന്ന് ഏതാനും നിമിഷത്തേക്ക് മാത്രം തുറന്നുവിട്ട ഒരു കിളിയെപ്പോലെ അവളുടെ ആഹ്ലാദം ചിറകിട്ടടിച്ചു പറന്നു. സാലിയും കുഞ്ഞമ്മയും കൂടി പൂഞ്ചിറയിൽ അടുപ്പ് കൂട്ടി ചോറ് വയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ജയനും ഷൈനിയും കുഞ്ഞുമോനും ജിമ്മിച്ചനും ഷീബയും കൊച്ചേട്ടനും ജോർജ് കുട്ടിയും 2 ബാച്ചുകളായി ചെറിയ മുട്ടക്കുന്നുകൾ താണ്ടി മലമുകളിലേക്ക് പോയി. ജിമ്മിച്ചൻ കിതച്ചുകൊണ്ട് ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിൽ എത്തി നിന്നു. നോക്കുന്നിടത്തെല്ലാം മേഘങ്ങൾ വന്നിരുമുന്ന മലനിരകൾ. അങ്ങകലെ അഗാധ നീലിമയിൽ ഇരുശൃംഗങ്ങൾ മഞ്ഞുതൊപ്പി ധരിച്ചിരുന്നു. താഴെ അനന്തവിശാലമായ സമതലങ്ങൾ. റോഡുകൾ കറുത്ത ഞരമ്പുകൾ പോലെ പുളഞ്ഞു കിടന്നു. വെയിലേറ്റ പുഴകൾ വെള്ളിനാടുകൾ പോലെ വെട്ടിത്തിളങ്ങി. കുറെ കൂടി ഉയരമുള്ള ഒരു മലയുടെ മുകളിലേക്ക് ജിമ്മിച്ചൻ ഷൈനിയെയും ഷീബയെയും കൂട്ടി കയറിപ്പോയി. ഷൈനിയുടെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയതിനാൽ അവൾ ഇടയ്ക്ക് തങ്ങി. ജിമ്മിച്ചൻ ഒരു പാറയുടെ മീതെ പൊത്തിപ്പിടിച്ച് കയറി. താഴെ ശങ്കിച്ചു നിന്ന ഷീബയുടെ നേർക്ക് അവൻ കൈ നീട്ടി. അവൾ ഒന്നും മടിച്ചു. പേടിയാ? ഇല്ലെന്നവൾ തലയാട്ടി. പിന്നെ ജിമ്മിച്ചൻ്റെ കൈ പിടിച്ച് പാറപ്പുറത്തേക്ക് കയറി. കാറ്റത്ത് അവളുടെ പാവാടനീറുകൾ വിടർന്ന പൂമ്പട്ട് തിരകൾ പോലെ അവൻ്റെ കാലുകളിൽ വന്നുരസി. ജിമ്മിച്ചൻ അവളുടെ വിരലുകളിൽ നിന്നും പിടിവിട്ടിരുന്നില്ല. ഇനി നമുക്കാരെയും പേടിക്കേണ്ട അല്ലേ? ലോകത്തിൻ്റെ ഉച്ചിയിലാണ് നമ്മൾ, സ്വർഗത്തിന് തൊട്ടു താഴെ. ഒരു മൂടൽമഞ്ഞുപടലം അവരെ തഴുകി കടന്നുപോയി. ഷീബ പുഞ്ചിരി തൂകി മുഖം മാനത്തേക്ക് ഉയർത്തി നിന്നു. അത് മനോഹരമായ കാഴ്ചയായിരുന്നു. ഷീബ എന്താ നോക്കുന്നത്? മാലാഖമാരെ കാണാമോന്ന്? സ്വർഗത്തിന് തൊട്ടു താഴെയല്ലേ നമ്മൾ? അവൾ കുലുങ്ങിച്ചിരിച്ചു. ഷീബ മിടുക്കിയാണല്ലോ. ജിമ്മിച്ചന് അവളുടെ സാരല്യം ഇഷ്ടമായി. മാലാഖമാരെ അങ്ങനെ കാണാനൊക്കില്ല. ഇതുപോലെ ഉയർന്ന മലമുടികൾ കനത്ത മഞ്ഞിൽ മുങ്ങുമ്പോൾ സ്വർഗകവാടം തുറന്നൊരു ചുറ്റുകോണി താഴ്ത്തി ഭൂമിയിൽ അതിൻ്റെ ചുവട് ഉറപ്പിക്കും. എന്നിട്ട് അതിലൂടെ മാലാഖ കുഞ്ഞുങ്ങളെയും കൂട്ടി മാലാഖമാർ ഇറങ്ങി വരും. എന്തിന്? ഭൂമിയിൽ ശിശുക്കളായിരുന്നപ്പോൾ മരിച്ചുപോയവരുടെ ആത്മാവുകളാണ് മാലാഖ കുഞ്ഞുങ്ങൾ. അവർക്ക് ഈ മണ്ണിൽ ഓടി നടന്നും കളിച്ചും കൊതി തീർന്നിട്ടുണ്ടാവില്ല. അവരോട് അലിവ് തോന്നിയിട്ട് ദൈവം ഭൂമിയിലേക്ക് മാലാഖമാരോടൊപ്പം അവരെ കളിക്കാൻ അയക്കുകയാണ്. പക്ഷേ മനുഷ്യരാരും കാണരുത്. അതിനുവേണ്ടിയാണ് മലമുടികളെല്ലാം മൂടൽമഞ്ഞ് കൊണ്ട് പൊതിയുന്നത്. അപ്പോൾ ഏതെങ്കിലും മലയിൽ മഞ്ഞ് മൂടിക്കഴിഞ്ഞാൽ അതിനർത്ഥം മാലാഖമാർ ചുറ്റുകോണിയിലൂടെ അവിടെ ഇറങ്ങാൻ പോവുകയാണെന്നാണോ? എന്താ സംശയം? മഞ്ഞിറങ്ങിയ മലമുടിയിൽ പോയി മനുഷ്യർ നോക്കിയാലോ? മനുഷ്യർ എത്തുന്നുണ്ടെന്നറിഞ്ഞാൽ അവർ വേഗം അപ്രത്യക്ഷരാകും. ചുറ്റുകോണിയും പിൻവലിക്കും. നുണക്കഥയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഭൂമിയിൽ കളിച്ചും ചിരിച്ചും കൊതി തീരാതെ മരിച്ചുപോയ ശിശുക്കൾ മാലാഖ കുഞ്ഞുങ്ങളായി വരുന്ന കഥയിൽ
ഇത്തിരി സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ പിന്നെ അവൾ പതിഞ്ഞ ധത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഷീബയെ കണ്ടാൽ അങ്ങനെ ഇറങ്ങി വന്ന ഒരു മാലാഖയാണെന്നേ തോന്നൂ എന്നാണ്. മൂടൽമഞ്ഞ് മാറുകയും ചുറ്റുകോണി സ്വർഗത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും മനുഷ്യർ ഓടിയെത്തുകയും ചെയ്തപ്പോൾ അപ്രത്യക്ഷമാകാൻ മറന്നുപോയ മാലാഖ. എന്നെ ആർക്കും കളിയാക്കാം, അതൊരു മിടുക്കൊന്നുമല്ല കേട്ടോ. ശരി, ഞാൻ നിർത്തി. ജിമ്മിച്ചൻ പാറയുടെ താഴേക്ക് ചാടി ഇറങ്ങി. എന്നാൽ ഷീബയ്ക്ക് താഴെ ഇറങ്ങുക അസാധ്യമായിരുന്നു. ഷീബ അവൻ്റെ നേർക്ക് കൈ നീട്ടി. ഞാൻ 1-2 പടം എടുത്തോട്ടെ, അത് കഴിഞ്ഞിറങ്ങിയാൽ മതി. ആഞ്ഞാഞ്ഞ് വെട്ടും പോലെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാറിപ്പറക്കുന്ന വസ്ത്രങ്ങളോടെ അവൾ കാറ്റിനെതിരെ പൊരുതി നിൽക്കുന്ന ഒരു ചിത്രം അവനെടുത്തു. കാറ്റിൽ ദേഹത്തൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ അവളുടെ അംഗസൗന്ദര്യം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. 2 പടങ്ങൾ കൂടി അവൾ ജിമ്മിച്ചൻ പറഞ്ഞ പോലെ നിന്നുകൊടുത്തു. ഇനി മതി, എന്നെ താഴെ ഇറക്ക്, അവൾ കെഞ്ചി. എൻ്റെ കയ്യിൽ പിടിച്ചോണ്ട് ചാടിക്കോ, അവൻ കൈ നീട്ടി. അവൾ ബലമായി അവൻ്റെ വിരലുകളിൽ പിടിച്ചുവെങ്കിലും ചാടാൻ അറച്ചു. എടുത്തിറക്കണോ ഞാൻ? അയ്യോ വേണ്ട, ചാടിക്കൊള്ളാം. അവൾ താഴേക്ക് ചാടി. നിലത്തെത്തുമ്പോഴേക്കും വശം ചെരിഞ്ഞു പോയ അവളെ ജിമ്മിച്ചൻ വാരി പിടിച്ചു. ഒരു കെട്ടു പൂങ്കുലകൾ ദേഹത്തേക്ക് വീണ് അമർന്നതുപോലെയാണ് ജിമ്മിച്ചന് തോന്നിയത്. അവർ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഷൈനി ഒരു പേരക്കൊമ്പിൽ കയറി സൗകര്യമായിട്ടിരുന്ന് പേരയ്ക്കാ തിന്നുകയാണ്. തീർന്നോ സില്ലി റൊമാൻസ്? അവൾ വിളിച്ചു ചോദിച്ചു. വായടച്ചേ, നിന്റെ നാക്കു പിഴുതെടുക്കും ഞാൻ, ജിമ്മിച്ചൻ ശാസിച്ചു. ഞാനും ഷീബയും കൂടി നിൽക്കുന്ന ഒരു പടം എടുക്കാമോ ജിമ്മിച്ചന്? ഓക്കേ. ഷൈനി പേരയ്ക്ക ചവച്ചുകൊണ്ട് ഷീബയുടെ തോളിൽ കൈയിട്ട് അലസമട്ടിൽ നിന്നു. ജിമ്മിച്ചൻ ക്ലിക്ക് ചെയ്തു. പിന്നെ ഷൈനിയെ ക്യാമറ ഏൽപ്പിച്ചിട്ട് അവൻ ഓടിച്ചെന്ന് ഷീബയുടെ ഒപ്പം നിന്നു. ഷൈനി, ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. ഷൈനി അനുസരിച്ചു. എന്നിട്ട് പറഞ്ഞു, കല്യാണ ഫോട്ടോ പോലെ ഇരിക്കും. ഷീബ ചൂളിപ്പോയി. ആളുകൾ നാനാഭാഗങ്ങളിൽ ചിതറി നടക്കുകയാണ്. കുഞ്ഞമ്മ മാത്രമുണ്ട് ചോറ് വയ്ക്കുന്നിടത്ത്. ചോറും പാവയ്ക്കാത്തോരനും തയ്യാറായി. ഇറച്ചിക്കറിയും മീൻ പൊരിച്ചതും അച്ചാറും സ്റ്റോക്കുണ്ട്. ഉച്ചയായപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ ഒത്തുകൂടി. എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ പണി മുഴുവൻ. കാറ്റ് കാരണം തീ നേരെ ചൊവ്വേ കത്തുകയുമില്ല. എനിക്ക് വന്ന ദേഷ്യം. കുഞ്ഞമ്മ പരാതിപ്പെട്ടു. ഇതൊക്കെ ഒരു രസമല്ലേ അമ്മേ? ജോർജ് കുട്ടിയുടെ കമൻറ്റ്. അതേടാ, വീട്ടിൽ നിന്ന് 10-25 മൈൽ അകലെ ഈ ഗാഗുൽത്താമാതിലെ വന്ന് പുൽമേട്ടിൽ അടുപ്പം കൂട്ടി നിനക്കൊക്കെ വെച്ച് വിളമ്പിത്തരാൻ ഭയങ്കര രസമാ. എന്നെ ഇങ്ങനെ അധികം രസിപ്പിക്കല്ലേ. വാസ്തവം അമ്മച്ചിയുടെ ഒരു കഷ്ടപ്പാട്. ഇതിന് തക്കവണ്ണം എന്ത് പാപമോ അമ്മച്ചി ചെയ്തേ. അത് സാലിയുടെ വക. നിന്നെയൊക്കെ പെറ്റത് തന്നെ. അളിയോ, അമ്മച്ചിയുടെ ഓരോ നമ്പറുകൾ കേൾക്കണമെങ്കിൽ ഓടിവാ. ജോർജ് കുട്ടി ജയനെ ഉറക്ക വിളിച്ചു. എടീ, നിനക്കിതിലും വലുത് ഏതാണ്ട് വരാനിരുന്നതാണെന്ന് കരുതിയോ മതി. കൊച്ചേട്ടൻ ഭാര്യയെ കളിയാക്കി. ഓ, അതെൻ്റെ കല്യാണത്തിൻ്റെ അന്ന് വന്നതാ, അതിലും വലിയതൊന്നും ഇനി വരാനില്ല. കുഞ്ഞമ്മ അതേ സ്വരത്തിൽ പറഞ്ഞു. കൊടുത്തു. ജോർജ് കുട്ടി ആർത്തു ചിരിച്ചു. ആഹാ, അമ്മച്ചിയുടെ കയ്യിൽ നല്ല നമ്പറൊക്കെ ഉണ്ടല്ലോ, ജയൻ പറഞ്ഞു. ഗൗരവം വിട്ട് കുഞ്ഞമ്മയും ചിരിച്ചു. അല്ല, മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാതെ അടങ്ങുമോയെന്ന് നോക്കിക്കേ. എന്താ അവിടെ പ്രശ്നം? അപ്പോൾ അങ്ങോട്ട് വന്ന ജിമ്മിച്ചൻ ചോദിച്ചു. അല്ല കുഞ്ഞെ, നീയല്ലേ പറഞ്ഞത് ചേട്ടത്തി അടുക്കളയിലെ കരിയും പുകയുമായിട്ട് ബോറടിച്ച് കഴിയുകയല്ലേ, അതുകൊണ്ട് ഇലവീഴ പൂഞ്ചിറയെ കൊണ്ടുപോയി ഉല്ലസിപ്പിക്കാമെന്ന്? കുഞ്ഞമ്മ ചോദിച്ചു. അതിനിപ്പോൾ എന്തു പറ്റി? ഞാൻ ഉല്ലസിച്ച കാര്യം പറയുമായിരുന്നു. ഇവിടെ വന്നിട്ടും എനിക്ക് അടുപ്പും പുകയും കരിയും. ആഹാ, ചേട്ടത്തി ഇങ്ങോട്ട് മാറിക്കേ, ഇനിയുള്ള പണിയൊക്കെ ഞാൻ ചെയ്യാമല്ലോ. അതിപ്പം നന്നായി. ഇനി ആകെയുള്ള പണി തീറ്റയാ. അതിന് ആൾ റെഡി. ജിമ്മിച്ചൻ ചമ്മി. എല്ലാവരും വട്ടം കൂടി വെടി പറഞ്ഞിരുന്ന് ഊണ് കഴിക്കുമ്പോൾ സ്കറിയ പറഞ്ഞു. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, വള്ളക്കല്ലും കണ്ണാടിപ്പാറയും കാണണ്ടേ. കൊച്ചേട്ടനും കുഞ്ഞമ്മയും സാലിയും കണ്ണാടിപ്പാറയിൽ പോകില്ലെന്ന് വെച്ചു. നടക്കാൻ വയ്യ. മറ്റുള്ളവർ പോയി. കവലപ്പാറയ്ക്ക് സമീപമുള്ള വള്ളക്കല്ല് കൗതുകപൂർവമായൊരു കാഴ്ചയായിരുന്നു. വള്ളം കമഴ്ത്തി വെച്ചതുപോലെ ഒരു പാറ. ഇതിനെ ചുറ്റിപ്പറ്റി വല്ല ഐതിഹ്യമുണ്ടോ? ജിമ്മിച്ചൻ ചോദിച്ചു. കേട്ടിട്ടില്ല, സ്കറിയ പറഞ്ഞു. വേണമെങ്കിൽ ഒരു കഥയുണ്ടാക്കാം. പൂഞ്ചിറയിൽ നീരാടിക്കൊണ്ടിരുന്ന ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാൻ വള്ളവുമായി എത്തിയ അസുരന്മാർ ഒടുവിൽ ഉപേക്ഷിച്ചു പോയ വള്ളം കല്ലായി തീർന്നതാണെന്നോ മറ്റോ. സംഘം കണ്ണാടിപ്പാറയിലെത്തി. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് കണ്ണാടിപ്പാറ, സ്കറിയ പറഞ്ഞു. ഇനിമേൽ മലകളില്ല. ജിമ്മിച്ചൻ വിസ്മയത്തോടെ ചുറ്റും നോക്കി. കിഴക്കും തെക്കും നീലമായ ഗിരിശൃംഗങ്ങളുടെ പരമ്പര. വടക്കും പടിഞ്ഞാറും അതിവിശാലമായ സമതലങ്ങൾ. അവ ചക്രവാളത്തിൻ്റെ ഊത നിറവുമായി കലർന്ന് അവ്യക്തമാകുന്നു. രാത്രിയിൽ ഇവിടെ തങ്ങിയാലേ രസമുള്ളൂ. മധ്യ തിരുവിതാംകൂറിലെ എല്ലാ പട്ടണങ്ങളിലെയും വെളിച്ചം കാണാം. ആലപ്പുഴയിലെ ലൈറ്റ് ഹൗസും കാണാം.
ബൈനോക്കുലർ ഉണ്ടെങ്കിൽ അറബിക്കടലും കിഴക്കൻ മലകളും വടക്കൻ ജില്ലകളും ഉൾപ്പെടെ കേരളത്തിൻ്റെ ഭൂരിഭാഗവും കാണാൻ കഴിയുമെന്ന് സ്കറിയ വെളിപ്പെടുത്തി. വടക്കൻ പ്രദേശങ്ങൾ കാണണമെങ്കിൽ 3 കിലോമീറ്റർ കൂടി നടന്ന് മുളങ്കുന്ന് മുടിയിലെത്തണം. അതിന് സമീപമാണ് മുനിയറ ഗുഹയും കഴുകൻ കുളിമാലി വെള്ളച്ചാട്ടവും. എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. രാത്രിക്ക് മുമ്പ് തിരിച്ചു പോകണ്ടേ? 4 മണിയോടെ സംഘം പൂച്ചിറയിൽ തിരിച്ചെത്തി. നമുക്ക് വീട്ടിൽ പോകണ്ടേ? ഇതിലെ ആടിപ്പാടി നടന്നാൽ മതിയോ? വീട്ടിലെ കോഴിയുടെയും പശുവിൻ്റെയും കാര്യത്തിലാണ് കുഞ്ഞമ്മയ്ക്ക് വേവലാതി. അവറ്റോൾക്ക് തീറ്റിയൊന്നും കൊടുക്കാതെ പോന്നതാ. ഇവിടെ ഇഷ്ടം പോലെ പുല്ലല്ലേ ഉള്ളത്, ഓരോ കെട്ട് ചെത്തിക്കൊണ്ട് പോയാൽ മതി, ജോർജ് കുട്ടി പറഞ്ഞു. അതെനിക്ക് ഇവിടെ കണ്ടപ്പോൾ മുതൽ തോന്നുന്നതാ. കന്നുകാലിയെ അഴിച്ചുവിട്ട് തീറ്റിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ എന്ന്. എന്തോരം പുല്ലാ, കുഞ്ഞമ്മ പറഞ്ഞു. കറക്റ്റ്. ചേട്ടത്തിക്ക് ഇലവീഴാ പൂഞ്ചിറയെ പറ്റിയുള്ള അഭിപ്രായം ചരിത്രത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തി വെക്കണം, ജിമ്മിച്ചൻ അഭിപ്രായപ്പെട്ടു. കട്ടൻ കാപ്പിയിട്ട് കുടിച്ച് ഭാണ്ഡങ്ങൾ മുറുക്കി അവർ മലയിറങ്ങുമ്പോൾ 5:30 മണി കഴിഞ്ഞു. കാറും ജീപ്പും പാർക്ക് ചെയ്തിരുന്നിടത്ത് എത്തിയപ്പോഴേക്കും സന്ധ്യ മയങ്ങി. മടക്കയാത്രയിൽ ജിമ്മിച്ചൻ ഒരു ഭേദഗതി നിർദ്ദേശിച്ചു. സ്ത്രീകളെല്ലാം കാറിലിരിക്കട്ടെ, പുരുഷന്മാരെല്ലാം ജീപ്പിലും. സാലി പക്ഷേ ജയനോടൊപ്പം ജീപ്പിൽ കയറി. ജിമ്മിച്ചന് ഷീബയെ മുൻസീറ്റിൽ കിട്ടണമായിരുന്നു. അതവൻ തഞ്ചത്തിൽ സാധിച്ചെടുത്തു. കാറും ജീപ്പും നീങ്ങി. ഉറക്കം തൂങ്ങിയിരിക്കാതെ എല്ലാവരും കൂടി വല്ല പാട്ടോ മറ്റോ പാട്, ജിമ്മിച്ചൻ നിർദ്ദേശിച്ചു. കുഞ്ഞമ്മയും ലിൻസിയും കൂടി തുടങ്ങി. ഇടയ്ക്ക് ഷൈനിയും ഷീബയും ചേർന്നു. 2-3 പാട്ടുകൾ കഴിഞ്ഞപ്പോൾ ജിമ്മിച്ചൻ പറഞ്ഞു, ഇനി ഓരോരുത്തർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പാട്. ഷൈനിയും ലിൻസിയും പാടി. ഷീബയുടെ ഊഴം വന്നപ്പോൾ അവൾക്ക് നാണം, എങ്കിലും അവൾ പാടി. ഇടയ്ക്ക് അവൾ ഇടം കണ്ണിട്ട് ജിമ്മിച്ചനെ നോക്കി. അവൻ പാട്ടിൽ രസിച്ചിരിക്കുകയാണ്. സ്റ്റിയറിങ്ങിൽ വിരൽ കൊണ്ട് താളം പിടിക്കുന്നുണ്ട്. 1-2 വട്ടം അവൻ ഷീബയെ അഭിനന്ദന സൂചകമായി നോക്കുകയും ചെയ്തു. കാർ ഇടമറുക് കഴിഞ്ഞപ്പോൾ ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് എതിരെ ഒരു ബസ് വരുന്നത് കണ്ടു. ജിമ്മിച്ചൻ ലൈറ്റ് ഡിമ്മിട്ടു. ഓവർടേക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ ബസ് വേഗത കുറയ്ക്കുമെന്ന് അവൻ കണക്കുകൂട്ടി. എന്നാൽ ബസ് ലോറിയെ മറികടന്ന് കയറുന്നത് കണ്ടപ്പോൾ അവൻ നടുങ്ങി. എതിരെ പാഞ്ഞെടുത്ത ബസിൻ്റെ ഹെഡ്ലൈറ്റുകൾ കാറിലുള്ളവരെ ഞെട്ടിച്ചു. അവൻ എന്താ കാണിക്കുന്നത്? ജിമ്മിച്ചൻ പരമാവധി ഇടത്തേക്ക് കാർ വെട്ടിച്ചു മാറ്റി. ബസ് കാറിൻ്റെ വലതുവശം ഉരസി കടന്നുപോയി. കാർ നിരത്തുവക്കിലെ ആഞ്ഞിലി മരത്തിലിടിച്ച് താഴെയുള്ള കാനയിലേക്ക് മറിഞ്ഞു. കാറിനുള്ളിൽ കൂട്ട നിലവിളി മുഴങ്ങി. വായിൽ ചോരയുടെ ഉപ്പുരസം. ജിമ്മിച്ചൻ മുഖം തടവി നോക്കി. കയ്യിൽ ചോരപ്പശ ഇഴുകി. തല പൊട്ടിപ്പിളരുന്ന വേദന. മരിച്ചിട്ടില്ല എന്നു മാത്രം അറിഞ്ഞു. കാറിനുള്ളിൽ ഇരുട്ടാണ്. സ്ത്രീകളുടെ കൂട്ട നിലവിളി കേൾക്കാം. വലങ്കൈ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ അത് തടി പോലെയായിരിക്കുന്നു. എല്ലാവരും ജീവനോടെ ഉണ്ടോ? ദൈവമേ, ആർക്കും ജീവാപായമൊന്നും വരുത്തല്ലേ. തലകീഴായി മറിഞ്ഞു കിടക്കുകയാണ് കാർ. ജിമ്മിച്ചൻ മല്ലവിധേനയും അതിനുള്ളിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തിറങ്ങാൻ ശ്രമിച്ചു. ഓടിക്കൂടുന്ന ആളുകളുടെ ആരവം കേൾക്കാം. ടോർച്ച് കൊണ്ടുവാ, പെട്രോൾ മാക്സ് വേണം, വെട്ടിപ്പൊളിച്ചെടുക്ക്, ആരൊക്കെയോ വിളിച്ചു പറയുന്നു. വെളിച്ചമെത്തി. ജിമ്മിച്ചനെ 2 പേർ ചേർന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. ഒരു കുട്ടയിലെന്ന പോലെ കെട്ടിമറിഞ്ഞു കിടന്ന് നിലവിളിച്ചുകൊണ്ടിരുന്ന ഷൈനിയെയും ലിൻസിയെയും കുഞ്ഞമ്മയെയും ആളുകൾ പുറത്തേക്ക് വലിച്ചിറക്കി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഷീബ ചുരുണ്ട് കിടക്കുകയാണ്. അവളെ പുറത്തെടുക്കാൻ ജിമ്മിച്ചനും കൂടി. ചലനമില്ല. മുഖം നിറയെ ചോര. ജിമ്മിച്ചൻ നടുങ്ങി. ആളുകൾ അവളെ താങ്ങിയെടുത്ത് റോഡിലെത്തിച്ചു. വണ്ടി വിളിച്ചുകൊണ്ട് വാ, ഒരാൾ വിളിച്ചു പറഞ്ഞു. ചിലർ വണ്ടി വിളിക്കാൻ ഓടി. മുൻപേ പോയ ജീപ്പിലുണ്ടായിരുന്ന കൊച്ചേട്ടനും സംഘവും അപകടവാർത്ത അറിഞ്ഞതേയില്ല. കളത്തൂക്കടവ് കഴിഞ്ഞപ്പോൾ മുതൽ അവർ വേഗത കുറച്ചാണ് പോയത്. ജീപ്പ് പനക്കപ്പാലത്തെത്തി. സൈഡ് ചേർത്ത് ഒതുക്കിയിട്, അവരും കൂടി വന്നിട്ട് പോയാൽ മതി, കൊച്ചേട്ടൻ പറഞ്ഞു. ജയിലും കുഞ്ഞുമോനും പുറത്തിറങ്ങി ഓരോ സിഗരറ്റ് കൊളുത്തി വലിച്ചു. 15 മിനിറ്റ് കഴിഞ്ഞു. കാർ കാണുന്നില്ല. അതിനിടയിൽ ഒരു ജീപ്പ് തുരുതുരെ ഹോൺ മുഴക്കിക്കൊണ്ട് ചീറിപ്പാഞ്ഞുപോയി. അവരെന്താ വരാത്തത്? എന്തു പറ്റി? കൊച്ചേട്ടന് ആശങ്കയായി. നമുക്ക് തിരിച്ചുപോയി നോക്കിയാലോ? കുഞ്ഞുമോൻ അഭിപ്രായപ്പെട്ടു. 5 മിനിറ്റ് കൂടി കാക്കാം. ജീപ്പ് തിരിച്ചു വിട്, കൊച്ചേട്ടൻ പറഞ്ഞു. ഡ്രൈവർ റിവേഴ്സ് എടുത്ത് ജീപ്പ് തിരിച്ച് വന്ന വഴിക്ക് തന്നെ വിട്ടു. എതിരെ കാർ വരുന്നുണ്ടോ എന്നവർ നോക്കുന്നുണ്ടായിരുന്നു. ഇടമറുക് അടുക്കാറായപ്പോൾ റോഡിൽ ആൾക്കൂട്ടം. ഡ്രൈവർ വേഗത കുറച്ചു. കാർ മറിഞ്ഞു കിടക്കുന്നത് കണ്ടതും കൊച്ചേട്ടൻ നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ചു. കർത്താവേ! ജീപ്പ് നിന്നു. എല്ലാവരും പുറത്തിറങ്ങി. റോഡിൽ ഒരിടത്ത് ചോര തളം കെട്ടി കിടക്കുന്നു. എന്താ ഇത്? എന്തുണ്ടായി? നിലവിളിക്കും പോലെ ചോദിച്ചെങ്കിലും കൊച്ചേട്ടന് ശബ്ദം കിട്ടിയില്ല. എൻ്റെ അമ്മേ! തലചുറ്റി വീഴാൻ പോയ സാലിയെ ജയൻ താങ്ങി ജീപ്പിൽ കൊണ്ടുചെന്നിരുത്തി. നെഞ്ചിൽ തീയോടെയാണ് കുഞ്ഞുമോൻ ആൾക്കൂട്ടത്തെ സമീപിച്ച് വിവരം അന്വേഷിച്ചത്. കാർ മറിഞ്ഞു. ആരും മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പരിക്ക് പറ്റിയവരെല്ലാം ഒരു ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിട്ടിട്ടുണ്ട്, ഒരാൾ അറിയിച്ചു. എവിടേക്കാ? പാലാക്കാണെന്ന് തോന്നുന്നു. പാതി ചത്തമട്ടിലാണ് കൊച്ചേട്ടനും ജയനും വന്ന് ജീപ്പിൽ കയറിയത്.
ഡ്രൈവർ വേഗം ജീപ്പ് തിരിച്ച് പാലാക്കി വിട്ടു. ജോർജ് കുട്ടി നടുങ്ങിയിരിക്കുകയാണ്. സാലി ഏങ്ങലടിച്ച് കരയുന്നുണ്ട്. വേഗം വേഗം, ജയൻ ആദിയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ക്യാഷ്വാലിറ്റിയിൽ എത്തിച്ച ഉടൻ ഷീബയ്ക്ക് ഡോക്ടർമാർ അടിയന്തര ശുശ്രൂഷ നൽകി. അവളുടെ ശിരസിലാണ് പരിക്ക്. വലത് ചെവിക്ക് മുകളിൽ ആഴത്തിലൊരു മുറിവ്. ഇനിയും ബോധം വീണിട്ടില്ല. ചോര കുറേ നഷ്ടപ്പെട്ടിരിക്കുന്നു. എക്സ്റേ പരിശോധനയിൽ തലയോടിന് കുഴപ്പമില്ലെന്ന് മനസ്സിലായി. നേഴ്സുമാർ നനഞ്ഞ പഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തെയും മുടിയിലെയും രക്തക്കറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി. മുറിവ് തുന്നിക്കെട്ടി ബാൻഡേജ് ഇട്ടു. മറ്റുള്ളവർക്കാർക്കും കാര്യമായ പരിക്കില്ല. കുഞ്ഞമ്മയുടെ കൈക്കുഴ തെറ്റിയിട്ടുണ്ട്. ഷൈനിയുടെ കാൽമുട്ടിലെ തൊലി ഇളകിപ്പോയി. ലിൻസിയുടെ ചെവിയും ഇടത് കൈമുട്ടും മുറിഞ്ഞു. ജിമ്മിച്ചൻ്റെ ഇടത് കൈ നീര് വന്ന് ചീർത്തിരുന്നു. മുഖം സ്റ്റീറിങ്ങിൽ ഇടിച്ച് ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ക്ഷതം കരുവാളിച്ച് കിടക്കുന്നു. കാലിനുമുണ്ട് ക്ഷതം. പുറമേ കാണാത്ത ക്ഷതങ്ങൾ എല്ലാവർക്കും ഏറ്റിട്ടുണ്ട്. എല്ലാവർക്കും പ്രഥമ ശുശ്രൂഷ ലഭിച്ചു. ഷീവയെ വാർഡിലേക്ക് നീക്കി. കൊച്ചേട്ടനും സംഘവും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ഷീവയ്ക്ക് ബോധം വീണിരുന്നു. ഗുരുതരമായ പരിക്ക് ആർക്കും ഇല്ലെന്ന് കണ്ടപ്പോൾ കൊച്ചേട്ടന് പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെയായി. എല്ലാവരും ജീവനോടെ ഇരിക്കുന്നു. സാലിയുടെ കരച്ചിൽ നിലച്ചു. ലിൻസിക്കും കുഞ്ഞമ്മയ്ക്കും ഷൈനിക്കും അപ്പോഴും പേടി മാറിയിരുന്നില്ല. പാഞ്ഞെടുക്കുന്ന തീക്കണ്ണുകളും ഇടിയുടെ കർണകഠോരമായ ശബ്ദവും കൂട്ടക്കരച്ചിലും ഒക്കെയായിരുന്നു അപ്പോഴും അവരുടെ ഓർമ്മയിൽ. ലിൻസി ഉൾക്കിടിലത്തോടെ പറഞ്ഞു, ജിമ്മിച്ചൻ അന്നേരം കാർ അതുപോലെ വെട്ടിച്ചില്ലായിരുന്നെങ്കിൽ 5 ശവം കണ്ടേനെ ഇവിടെ. അവൾ തന്നെയാണ് സംഭവം വിവരിച്ചതും. ബോധം വീണ് കിട്ടിയ ഷീബയ്ക്ക് അതൊരു ആശുപത്രിയാണെന്നും ചുറ്റും ബന്ധുക്കൾ കൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാക്കാൻ കുറേ സമയമെടുത്തു. കാർ ആക്സിഡൻറ്റിനെക്കുറിച്ചുള്ള ഓർമ്മ പതുക്കെയേ കിട്ടിയുള്ളൂ. നിനക്ക് ഇത്രയേ പറ്റിയുള്ളല്ലോ എൻ്റെ മോളെ. കുഞ്ഞമ്മ അരികിലിരുന്ന് അവളെ തഴുകി. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ നിൻ്റെ അമ്മച്ചിയോട് ഞാൻ എന്ത് സമാധാനം പറഞ്ഞേനെ. അവർ പൊട്ടിക്കരഞ്ഞു. സമാധാനിക്കുകയല്ലേ അമ്മച്ചി വേണ്ടത്, ജയൻ ശാസിച്ചു. എന്തായാലും ഇവക്ക് ഇത് വന്നല്ലോ കർത്താവേ. ഞാനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ ദണ്ണം എനിക്കറിയാം. ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്തതനുസരിച്ച് പോലീസ് എത്തി നടപടികൾ തുടങ്ങി. ജയനും ഷീബയും കുഞ്ഞമ്മയും ജിമ്മിച്ചനും ഒഴികെയുള്ളവരെല്ലാം രാത്രിയിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രി മുഴുവൻ ജിമ്മിച്ചന് നല്ല വേദനയുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തുന്നതുവരെ അവൻ തൻ്റെ പരിക്കിനെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഷീബയുടെ ജീവന് അപകടമുണ്ടോ എന്ന് ആദ്യം മാത്രമായിരുന്നു മനസ്സിൽ. രാവിലെ കൊച്ചേട്ടനും കുഞ്ഞുമോനും ആശുപത്രിയിലെത്തി. ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതാ സൗകര്യം, കുഞ്ഞുമോൻ അഭിപ്രായപ്പെട്ടു. കൊച്ചേട്ടനും ജയനും അത് ശരിവെച്ചു. അന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ജിമ്മിച്ചനും ഷീബയും ഡിസ്ചാർജ് വാങ്ങി ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഷീബയ്ക്ക് അപകടം പറ്റിയ വിവരം അവളുടെ വീട്ടിലറിയിച്ചോ? ജിമ്മിച്ചൻ കൊച്ചേട്ടനോട് ചോദിച്ചു. ഇല്ല, ആദ്യം അറിയിക്കണമെന്ന് വിചാരിച്ചെങ്കിലും അവർ വല്ലാതെ ഭയന്നെങ്കിലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. മാത്രമല്ല സാരമുള്ള പരിക്കൊന്നുമില്ലല്ലോ, കൊച്ചേട്ടൻ പറഞ്ഞു. ഒരു കണക്കിലത് നന്നായി, കുഞ്ഞമ്മയും പറഞ്ഞു. ലിൻസിയുടെയും ഷൈനിയുടെയും മുറിവുകൾ രാവിലെ വീണ്ടും ഡ്രസ്സ് ചെയ്യുകയുണ്ടായി. പോലീസ് നടപടികൾക്ക് ശേഷം കാർ വർക്ക്ഷോപ്പിലെത്തിക്കുന്ന ചുമതല ജിമ്മിച്ചൻ കുഞ്ഞുമോനെ ഏൽപ്പിച്ചു. അതിനു മുൻപ് ഇൻഷുറൻസ് കമ്പനിയിൽ വിവരമറിയിക്കാനും ഏർപ്പാടാക്കി. വൈകുന്നേരമായതോടെ ജിമ്മിച്ചിന് കാര്യമായ വേദനയില്ലാതെ നടക്കാമെന്നായി. കയ്യിലെ നീരും കുറഞ്ഞു. ഷീബയുടെ കൂടെ ആരും നിൽക്കും? ജയൻ ചോദിച്ചു. ലിൻസിയോ സാലിയോ നിൽക്കട്ടെ, കൊച്ചേട്ടൻ പറഞ്ഞു. പകൽ ഞാനുണ്ടല്ലോ, രാത്രിയിൽ ലിൻസിയോ ഷൈനിയോ കൂട്ടുവന്നാൽ മതി, ജിമ്മിച്ചൻ നിർദ്ദേശിച്ചു. സന്ധ്യയ്ക്ക് കൊച്ചേട്ടനും ജയനും കുഞ്ഞുമോനും കുഞ്ഞമ്മയും എല്ലാം മടങ്ങിപ്പോയി. ലിൻസിയുണ്ട് ഷീബയ്ക്ക് കൂട്ടിന്. അടുത്ത ദിവസം രാവിലെ കാപ്പിയും മറ്റുമായി ജയൻ വന്നു. ഇനി എല്ലാവരും പൊയ്ക്കോ, വൈകുന്നേരം സ്ത്രീകൾ ആരെങ്കിലും വന്നാൽ മതി, ഇവിടെ ഞാനുണ്ട്, ജിമ്മിച്ചൻ പറഞ്ഞു. ജയൻ ലിൻസിയെയും കൂട്ടി മടങ്ങി. ജിമ്മിച്ചൻ ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം കാപ്പിയും ഷീബയ്ക്ക് വാങ്ങിക്കൊടുത്തു. ഷീബയ്ക്ക് അതിൽ ജാള്യതയുണ്ടായിരുന്നു. അതവൾ തുറന്നു പറയുകയും ചെയ്തു. ജിമ്മിച്ചൻ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമം. ഞാനല്ലേ ഷീബയെ ഇപ്പരുവത്തിലാക്കിയത്, അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ. എന്നാലും ഞാൻ ആരാ, ജിമ്മിച്ചൻ ആരാ? വർഗവ്യത്യാസമുണ്ട്. ഞാൻ പുരുഷൻ, ഷീബ സ്ത്രീ. വേറെ വ്യത്യാസങ്ങളുണ്ട്. ഞാനൊരു ഏഴ, ജിമ്മിച്ചൻ വലിയ കോടീശ്വരൻ. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പരമരഹസ്യം ഷീബയോട് പറയട്ടെ. എന്നോട് ദേഷ്യം തോന്നരുത്. ഷീബയെ ശുശ്രൂഷിക്കുന്നത് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആശുപത്രിയിൽ നിൽക്കുന്നത്. ഇതിനൊരു അവസരമുണ്ടാക്കി തന്ന ദൈവത്തിന് 101 സ്തുതി. ഷീബയുടെ മുഖം തുടുത്തു. കളിയാക്കുക അല്ല ഷീബ, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ ഡിസ്ചാർജ് വാങ്ങി പോയേനെ. അതുമല്ലെങ്കിൽ ലിൻസിയെയോ ഷൈനിയെയോ ഷീബയ്ക്ക് കൂട്ടായി ഇവിടെ നിർത്താൻ പറഞ്ഞേനെ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇനിയൊരു ക്രൂരസത്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഷീബയുടെ പരിക്ക് ഉടനെ ഒന്നും ഭേദമാകരുതേ എന്നൊരു പ്രാർത്ഥന കൂടി എനിക്കുണ്ട്. അയ്യോ, അതെന്താ? അതോ, അവൾക്കരികിലെ കിടക്കയിലിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്നിടത്തോളം നാൾ ഷീബ എൻ്റെ സ്വന്തം. എനിക്ക് ഷീബയോട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാം, വഴക്കു പറയാം.
കരയിപ്പിക്കാം, ചിരിപ്പിക്കാം, ചോറും കാപ്പിയും വാങ്ങിത്തന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കാം. വേണമെങ്കിൽ ഒന്ന് തൊടുകയും ചെയ്യാം. അല്ലേ? വേറെ എവിടെ ഷീബയെ എനിക്കിങ്ങനെ തനിച്ച് കിട്ടും? ഷീബയുടെ മുഖം ചുവന്നു. ലജ്ജാധിക്യം കൊണ്ട് അവൾ മറുവശത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു. ഇനി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടി ഞാൻ പറയട്ടെ. ഈയൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം കാർ മറിച്ചതാ. നോണ. അവൾ മുഖം വെട്ടിത്തിരിച്ചു. അസല് നോണ. എന്തെല്ലാം നോണകളാ പറയുന്നേ? ജിമ്മിച്ചൻ അടുക്കി പിടിച്ച് ചിരിച്ചു. ചിരിക്കല്ലേ, വണ്ടി കൊണ്ട് മറിച്ചിട്ടിട്ട് അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു. ഷീബയ്ക്ക് അപ്പോൾ എന്താ തോന്നിയത്? വല്ലാതെ പേടിച്ചോ? പേടിച്ചോന്നോ? മരിക്കുകയാണെന്നാ തോന്നിയത്. കരയാൻ പോലും സമയം കിട്ടിയില്ല. ഇടിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഇവിടെ വന്നില്ലേ കണ്ണു തുറക്കുന്നത്. ഷീബയ്ക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കതൊരു തീരാ ദുഃഖമായി തീർന്നേനെ. ഞാനും വല്ലാതെ പേടിച്ചു, അവൻ അലിവോടെ പറഞ്ഞു. ഭാഗ്യമാ അല്ലേ? ഷീബ മൗനം ആചരിച്ചു. ഇപ്പം വേദനയുണ്ടോ? അവൻ അവളുടെ ശിരസിലെ ബാൻഡേജിന് മീതെ തൊട്ടു. ഇല്ല. ജിമ്മിച്ചൻ അവളുടെ മുടിയിൽ മൃദുവായി തഴുകി. ഷീബയ്ക്ക് കുളിർ കോരിയിടുന്നത് പോലെ തോന്നി. അവൻ്റെ മൃദുവായ വിരലുകൾ നെറ്റിയിൽ സ്പർശിച്ചപ്പോൾ അവൾ മിഴികൾ അടച്ചു. സാരമില്ല കേട്ടോ. എന്നും ഓർക്കാൻ ഒരു ചെറിയ നടുക്കം. അങ്ങനെ വിചാരിച്ചാൽ മതി, അവൻ മന്ത്രിച്ചു. അവളുടെ കൈത്തലം അവൻ കടന്നെടുത്തു. മെല്ലെ മെല്ലെ വിരലുകൾ തമ്മിൽ കോർത്തു. കൈ പിൻവലിക്കാൻ അവൾ ആഗ്രഹിക്കുകയും ദുർബലമായ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അവൻ അല്പം കൂടി മുറുകെ പിടിച്ചതോടെ അവൾ അതവന് തന്നെ വിട്ടുകൊടുത്തു. സ്നേഹത്തിൻ്റെതായ ഒരു ദിവ്യ സന്ദേശവും നിർവൃതിയും വിരലുകളിലേക്ക് ഇരുമ്പിക്കയറുന്നതും ഹൃദയത്തിലേക്ക് പ്രവഹിക്കുന്നതും അവൾ അറിഞ്ഞു. ഷീബ തളർന്നു. തീരെ കരുത്തില്ലാതായതുപോലെ, ഭാരം തീരെ കുറഞ്ഞതുപോലെ. കാറ്റത്ത് പാറിപ്പാറിപ്പോകുന്ന ഒരു പഞ്ഞി തുണ്ടാണ് താനെന്ന് അവൾക്ക് തോന്നി. അവളുടെ വിറയാർന്ന കൈത്തലം ചുണ്ടോട് ചേർത്ത് അരിമയോടെ ഉമ്മ വെച്ചിട്ട് അവൻ അത് മെല്ലെ കിടക്കയിൽ തന്നെ വെച്ചു. ഉറങ്ങിക്കോ, അവൻ മന്ത്രിച്ചു. അവൾ നീരണിഞ്ഞ മിഴികൾ പൂട്ടി. ഷീബ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ കൊച്ചേട്ടനും കുഞ്ഞമ്മയും എത്തിയിരുന്നു. അവളുടെ തലയിലെ മുറിവ് ഉണങ്ങിയിരുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ചെവിക്ക് മുകളിലുള്ള ആ പാട് കാണാൻ പറ്റൂ. അത് മിക്കപ്പോഴും മുടി വീണ് മറിഞ്ഞു കിടക്കുകയും ചെയ്യും. അടുത്ത ദിവസം തന്നെ ഷീബയെ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാൻ കുഞ്ഞമ്മ തീരുമാനിച്ചു. രാത്രിയിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ലിൻസിയും ഷീബയും ഭക്തിഗാനങ്ങൾ ആലപിച്ചു. അത്താഴത്തിന് ശേഷം ഏറെ നേരം അവർ സംസാരിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഷീബ കാണുമ്പോൾ ജിമ്മിച്ചൻ്റെ മുഖം മ്ലാനമായിരുന്നു. മുറ്റത്ത് വെച്ച് സംസാരിക്കാൻ ഒരവസരം കിട്ടിയപ്പോൾ ജിമ്മിച്ചൻ ചോദിച്ചു, ഷീബ ഇന്ന് പോവുകയല്ലേ? എനിക്കും ഇനി ഇവിടെ നിൽക്കാൻ മനസ്സ് വരുന്നില്ല. ജിമ്മിച്ചനൊക്കെ എന്നാ പോവുക? കാർ നന്നാക്കി കിട്ടണം. അത് തകർന്നു പോയില്ലേ? നന്നാക്കാൻ ഒരുപാട് ദിവസം വേണ്ടി വരില്ലേ? ഏയ്, ഒരുപാട് ദിവസമൊന്നും വേണ്ട. കാശ് ഒത്തിരി ചിലവായി അല്ലേ? അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. ഷീബയോട് എനിക്കെന്തോ പറയാൻ ബാക്കിയുണ്ടെന്നൊരു തോന്നൽ. അവൾ ചോദ്യഭാവത്തിൽ നോക്കി. അവൻ്റെ മുഖത്ത് വിഷാദം നിഴലിട്ടത് അവൾ കണ്ടു. എന്നെ തീരെ മറന്നു കളയരുത്, അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു. അവൾ മെല്ലെ തലയാട്ടി. 10 മണിയോടെ കുഞ്ഞമ്മയും ഷീബയും പോകാനിറങ്ങി. റോഡ് വരെ ജിമ്മിച്ചനും പോയി. അവൾ കുഞ്ഞമ്മയോടൊപ്പം ബസ്സിൽ കയറി പോകുന്നത് നോക്കി അവൻ നിരത്തുവക്കിൽ നിന്നു. ഷീബ കൂടെ കൂടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ബസ് കണ്ണിൽ നിന്നും മറഞ്ഞപ്പോൾ ജിമ്മിച്ചൻ തിരിച്ചു പോന്നു. ഷീബയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വൈകുന്നേരം കുഞ്ഞമ്മ മടങ്ങിയെത്തി. അപകടം പറ്റിയത് വല്ലതും അവരറിഞ്ഞോ അമ്മേ? സാലു ചോദിച്ചു. ഇല്ല. തലയിലെ മുറിവ് കണ്ടാലോ? അന്നേരം അവൾ എന്തെങ്കിലും പറഞ്ഞോളും. കുഞ്ഞിട്ട് എഴുന്നേറ്റപ്പോൾ മേശവക്കിൽ തട്ടി മുറിഞ്ഞതാണെന്നോ മറ്റോ. രാത്രിയിൽ അത്താഴത്തിനിരിക്കുമ്പോൾ സാലി ജിമ്മിച്ചനെ ലാക്കാക്കി ഒരു കുസൃതി ചോദ്യം എറിഞ്ഞു. നമ്മുടെ ജിമ്മിച്ചൻ എന്തു പറ്റി? ഒരു ഉത്സാഹവുമില്ലല്ലോ. ഏതാണ്ട് വിലപിടിപ്പുള്ളത് നഷ്ടപ്പെട്ട പോലെ. കാറിടിച്ചതിൻ്റെ മനപ്രയാസമായിരിക്കും, കൊച്ചേട്ടൻ പറഞ്ഞു. അതൊന്നുമല്ല ചാച്ച, എനിക്ക് തോന്നുന്നത് ഷീബ പോയിട്ടാണെന്നാ. അതിന് ഷീബ ജിമ്മിച്ചൻ്റെ ആരാ? കുഞ്ഞമ്മയ്ക്ക് ചുണ്ടി കയറി. ഇവളുടെ ഓരോ വർത്തമാനം കേട്ടാൽ കലി വരും. സാലി പിന്നെ മിണ്ടിയില്ല. ഇലവീഴ പൂഞ്ചിറയിൽ വെച്ചെടുത്ത ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്യാനും പ്രിൻ്റ് എടുക്കാനും പാലായിലാണ് കൊടുത്തിരുന്നത്. അത് വാങ്ങാൻ ജിമ്മിച്ചനോടൊപ്പം ജയനും പോയിരുന്നു. ഫോട്ടോകളെല്ലാം കണ്ട ശേഷം ജയൻ ജിമ്മിച്ചനെ അഭിനന്ദിച്ചു. ഉഗ്രൻ, നീ വല്ല സ്റ്റുഡിയോയിലും ജനിക്കേണ്ടവനായിരുന്നു. എല്ലാ ഫോട്ടോകളുടെയും 3 കോപ്പികൾ വീതമാണ് എടുപ്പിച്ചിരിക്കുന്നത്. ജിമ്മിച്ചൻ തിരിച്ചെത്തി. വീട്ടിലെല്ലാവരെയും ഫോട്ടോകൾ കാണിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ഫോട്ടോ ആരുടേതാണെന്ന്? ഷീബയുടെ, സാലി പറഞ്ഞു. ജിമ്മിച്ചനെ ഒന്ന് പാളി നോക്കുകയും ചെയ്തു. എല്ലാം നന്നായിട്ടുണ്ട്, കൊച്ചേട്ടൻ പറഞ്ഞു. എൻ്റെ പടമെല്ലാം അവൻ പരമ ബോറായിട്ട് എടുത്തിരിക്കുന്നത്, കുഞ്ഞുമോൻ പരാതിപ്പെട്ടു. എടാ, കാണാൻ ഭംഗിയുള്ള ഒരു മോന്ത ഉണ്ടെങ്കിൽ പടവും നന്നായിരിക്കും, ജിമ്മിച്ചൻ പറഞ്ഞു. ഓ, കാണാൻ ഭംഗിയുള്ള മോന്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ലേടാ, അതുകൊണ്ടാണല്ലോ തന്നെയും പിന്നെ എടുത്തിരിക്കുന്നത്. കണ്ടോ ചേട്ടത്തി അസൂയ? കുഞ്ഞമ്മ ചിരിച്ചു.
ജിമ്മിച്ചനും ഷീബയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു വെച്ച് അതിൽ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു സാലി. വളരെ കൗതുകമുള്ള ഫോട്ടോഗ്രാഫായിരുന്നു അത്. ചേർന്ന് നിൽക്കുകയാണ് രണ്ടുപേരും. വിവാഹ ഫോട്ടോയിൽ പോലും കാണാനാവാത്തത്ര ഇണക്കവും ചാരുതയും. നീ കുറേ നേരമായാലും ഒരു ഫോട്ടോ എടുത്തു വെച്ച് നോക്കുന്നു. ഇങ്ങ് തന്നെ കാണട്ടെ. ജയൻ കൈനീട്ടി. സാലി അത് ജയനെയും മറ്റുള്ളവരെയും കാണിച്ചിട്ട് പറഞ്ഞു, ഞാനിതൊരു കല്യാണ ഫോട്ടോ ആയിട്ട് സങ്കല്പിച്ച് നോക്കുകയായിരുന്നു. ജിമ്മിച്ചൻ സ്യൂട്ടിട്ടാൽ മതി. ഷീമ മന്ത്രകോടി പുതച്ച് നെറ്റും മുടിയും അണിഞ്ഞ് നിൽക്കണം. അതിൻ്റെ കുറവേ ഉള്ളൂ. അറം പറ്റുന്ന വർത്തമാനങ്ങളൊന്നും പറയാതെ ചേച്ചി, ജോർജ് കുട്ടി കളിയായി പറഞ്ഞു. അറം പറ്റാനോ? കൊച്ചേട്ടൻ നെറ്റ് ചുളിച്ചു. ജിമ്മിച്ചൻ ആര്, ഷീബ ആര്? ആനയും കുഴിയാനയും പോലെയല്ലേ? ആരും അതിനോട് പ്രതികരിച്ചില്ല. നേരത്തെ ഉദ്ദേശിച്ചിരുന്നതിലും 10 ദിവസം കൂടുതൽ താമസിച്ചിരിക്കുന്നു. കുഞ്ഞുമോനായിരുന്നു പോകാൻ ഏറ്റവും തിടുക്കം. ബിസിനസ് സ്ഥാപനം അടച്ചിട്ടിട്ട് പോകുന്നതാണ്. ഇത്രയും വൈകുമെന്നറിഞ്ഞെങ്കിൽ ജിമ്മിച്ചനോടൊപ്പം പുറപ്പെടുകയില്ലായിരുന്നു. ജിമ്മിച്ചനെ വിട്ടിട്ട് പോകാനും വയ്യ, ഇവിടെ നിൽക്കാനും വയ്യ. കാർ റിപ്പയർ ചെയ്ത് കിട്ടേണ്ട താമസമേയുള്ളൂ. അതിനിടെ കുഞ്ഞുമോനും ജിമ്മിച്ചനും 4-5 തവണ വയനാട്ടിലേക്ക് ഫോണിൽ വിളിച്ച് തങ്ങൾ ഏതാനും ദിവസം വൈകിയേ വരികയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. കാർ പെട്ടെന്ന് റിപ്പയറായി എന്നാണ് പറഞ്ഞ കാരണം. ജിമ്മിച്ചൻ പലതവണ കുഞ്ഞുമോനെ ഉപദേശിച്ചു തനിയെ വയനാട്ടിന് മടങ്ങിക്കൊള്ളാൻ. ആപത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന കൂട്ടുകാരനല്ലട ഞാൻ. കുഞ്ഞുമോനത് നിരസിച്ചു. ഒടുവിൽ ഇന്നലെ രാത്രിയിലാണ് കാർ റിപ്പയർ ചെയ്ത് കിട്ടിയത്. അതിരാവിലെ പുറപ്പെടണമെന്ന് തീരുമാനിച്ചിരുന്നതിനാൽ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം രാത്രിയിൽ തന്നെ പൂർത്തിയാക്കി. കൊച്ചേട്ടനും കുഞ്ഞമ്മയും കൂടി പാതിരാ കഴിയുന്നതുവരെ വറുത്തതും പൊരിച്ചതും ഉപ്പിലിട്ടതുമൊക്കെ പ്ലാസ്റ്റിക് കൂടുകളിലും ഭരണികളിലും നിറയ്ക്കുകയായിരുന്നു. സാലിക്ക് കൊടുത്തുവിടാനുള്ളതാണ്. രാവിലെ ജയനും കുഞ്ഞുമോനും ജിമ്മിച്ചനും ആറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ചു. ജിമ്മിച്ചന് വെള്ളത്തിൽ നിന്ന് കയറാൻ മടി. പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അവൻ പറഞ്ഞു, ഇന്നലെ മുതൽ അവൻ അസ്വസ്ഥനായിരുന്നു. കുളി കഴിഞ്ഞു വന്ന് ഡ്രസ്സ് മാറിയ ഉടൻ ജിമ്മിച്ചൻ കൊച്ചേട്ടനെ സമീപിച്ച് പറഞ്ഞു, ജോർജ് കുട്ടിയെ എൻ്റെ കൂടെ ഒന്ന് അയക്കണം. എങ്ങോട്ട്? കൊച്ചേട്ടൻ അമ്പരന്നു. കുളത്തൂക്കടവ് വരെ, ഷീബയുടെ വീട്ടിൽ. എല്ലാവരും വിസ്മയത്തോടെ അവനെ നോക്കി. പൂഞ്ചിറയിൽ വെച്ചെടുത്ത ഫോട്ടോകളുടെ ഓരോ കോപ്പി അവൾക്ക് കൊടുക്കണം. ഞങ്ങൾ ആരെങ്കിലും പിന്നീട് കൊടുത്താൽ പോരെ? പോരാ, പോകുന്നതിന് മുമ്പ് എനിക്ക് ഷീബയെ ഒന്ന് കാണണം, യാത്ര പറയണം. ജിമ്മിച്ചൻ അവിടെ ചെല്ലുന്നത് അവൾക്ക് കുറച്ചിലാകും. സ്നേഹത്തിന് കുറച്ചിലുണ്ടോ ചാച്ച? പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. അമ്പരപ്പും വിസ്മയവും വിട്ടുമാറാത്ത മുഖങ്ങൾ. ജോർജ് കുട്ടിച്ചായന് പകരം ഞാൻ പോകാം അമ്മേ, ലിൻസി പറഞ്ഞു. കൊച്ചേട്ടൻ സമ്മതം മൂളി. ആരെങ്കിലും കൂടെ ചെല്ല്. ലിൻസി വേഗം വേഷം മാറി വന്നു. ജിമ്മിച്ചൻ്റെ ഒപ്പം കാറിൻ്റെ മുൻസീറ്റിൽ ഞെളിഞ്ഞിരുന്ന് പോകാമല്ലോ എന്നായിരുന്നു അവളുടെ വിചാരം. ഞാനും വരാമെടാ. കുഞ്ഞുമോനും തയ്യാറായി. അവർ കാറിൽ കയറി. കാർ റോഡിലിറങ്ങിയപ്പോൾ ലിൻസി പറഞ്ഞു, എങ്ങും കൊണ്ടിട്ട് മറിച്ചേക്കരുത് കേട്ടോ ജിമ്മിച്ച. ഇന്നാളത്തെ പോലെ എനിക്ക് ആഴ്ചയിൽ ഒന്നെങ്കിലും മറിച്ചില്ലെങ്കിൽ ഉറക്കം ശരിയാകത്തില്ല. ഇടിക്കുമ്പോൾ ആരെങ്കിലും കൂടെ വേണം താനും, ജിമ്മിച്ചൻ പറഞ്ഞു. അയ്യോ, ലിൻസി പേടി അഭിനയിച്ചു. എന്നാൽ എത്രയും വേഗം ജിമ്മിച്ചനൊരു പെണ്ണ് കെട്ട്. കാറിൽ കയറ്റിക്കൊണ്ട് പോയി ഇടിക്കണം, വീട്ടിലിട്ടും ഇടിക്കാം. അതിനൊരാളെ അന്വേഷിച്ച് വിഷമിക്കണ്ടല്ലോ, ജിമ്മിച്ചൻ പൊട്ടിച്ചിരിച്ചു. ലിൻസി ഒരു തമാശ പറയുമ്പോൾ ഞാൻ ചിരിക്കാതിരിക്കുന്നത് മോശമല്ലേ? കാർ കുളത്തൂക്കടവ് ജംഗ്ഷനിലെത്തിയപ്പോൾ ലിൻസി വലത്തോട്ട് തിരിയണമെന്ന് നിർദ്ദേശിച്ചു. പാലം കടന്ന് കാർ മങ്കൊമ്പിലുള്ള റോഡിലൂടെ നീങ്ങി. റോഡിന് താഴെ വലതുവശത്തൊരു കൈത്തോട്. ലിൻസി കാർ നിർത്താർ ആംഗ്യം കാട്ടി. ജിമ്മിച്ചൻ റോഡരികെ ചേർത്ത് വണ്ടി നിർത്തി. കൈത്തോടിനരികെയാണ് ഷീബയുടെ വീട്. അല്പദൂരം കുന്നുകയറി പോകണം. ജിമ്മിച്ചനും ലിൻസിയും കാറിൽ നിന്നും ഇറങ്ങി. കുഞ്ഞുമോൻ വരുന്നില്ലേടാ? ഞാൻ ഇവിടെ ഇരുന്നോളാമെടാ, നിങ്ങൾ പോയിട്ട് വാ. കൈത്തോട് കടക്കുമ്പോൾ ജിമ്മിച്ചൻ ചോദിച്ചു, ഷീബയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഷീബയുടെ അപ്പച്ചൻ, വല്യമ്മച്ചി, ഷീബയുടെ അമ്മ, പിന്നെ ഞങ്ങളെയും. അപ്പച്ചനും ആങ്ങളെയും ഒക്കെ എങ്ങനെ, മോശടന്മാരാണോ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളെ അടിക്കാതെ വിട്ടേക്കും അല്ലേ? ജിമ്മിച്ചൻ ചിരിച്ചു. എനിക്കേതായാലും തല്ല് കിട്ടില്ല, ഉറപ്പാ. തല്ലുകൊള്ളിത്തരം കയ്യിലുള്ളവരെ സൂക്ഷിച്ചാൽ മതി. ഇടിഞ്ഞു പൊളിഞ്ഞ 4-5 കയ്യാലുകൾ താണ്ടി അവർ ഒരു വീട്ടുമുറ്റത്തെത്തി. ഇതാണ് വീട്, ലിൻസി പറഞ്ഞു. വളരെ പ്രായം ചെന്ന് വളഞ്ഞു പിരിഞ്ഞ ശിഖരങ്ങൾ നാനാവഴിക്ക് നീണ്ട കാപ്പിച്ചെടികൾക്കിടയിൽ എന്നോ ഇടിഞ്ഞു പൊളിഞ്ഞ കയ്യാലക്കെട്ടിനപ്പുറം ഒരു ഓലപ്പുര. കയ്യാലകളിൽ തഴച്ചു വളരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച. വീടിന് ചുറ്റും അവിടെ ഒറ്റ തിരിഞ്ഞ കരിമ്പാറകൾ. മുറ്റത്തിന് താഴെ പാതി തകർന്നു പോയ പൊട്ടക്കിണർ. ജിമ്മിച്ചനെയും ലിൻസിയെയും കണ്ട് മുറ്റത്തു നിന്ന് ഒരു പറ്റം പന്നിക്കുഞ്ഞുങ്ങൾ ഓടിപ്പോയി. തള്ളിപ്പന്നി മുക്രയിട്ട് മൂക്കു ചുളിച്ച് അവരെ അല്പനേരം നോക്കി നിന്നു. പിന്നാമ്പുറത്തു നിന്ന് ഒരാടിൻ്റെ കരച്ചിൽ കേട്ടു. ആട്ടിൻമൂത്രത്തിൻ്റെയും പന്നിക്കാഷ്ടത്തിൻ്റെയും ചൂരായിരുന്നു ആ പരിസരത്തിന് മുഴുവൻ. പുരിയുടെ മുൻഭാഗത്തെ ഇറയം കുനിഞ്ഞു കയറിയില്ലെങ്കിൽ തലമുട്ടുമിതം ചാച്ചാണ് കെട്ടിയിരിക്കുന്നത്. ചാണകം മെഴുകിയ വീതി കുറഞ്ഞ തിണ്ണ. മൺചുമരുകളാണ് വീടിന്.
അതാകട്ടെ ഉത്തരത്തോളം എത്തിയിട്ടുമില്ല. പിൻഭാഗത്തെ ചുമരിന് കഴുത്തപ്പ് ഉയരമേയുള്ളൂ. ഒറ്റ മുറിയും അടുക്കളയും ചായ്പുമാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പലയിടത്തും മേച്ചിലോല ദ്രവിച്ച് കമുകും വാരികൾ തെളിഞ്ഞു നിൽക്കുന്നു. വീടിൻ്റെ അടിത്തറയുടെ കല്ലുകൾ പലയിടത്ത് ഇളകി കിടക്കുന്നു. നോവൽ വീണ്ടും തുടരും.